ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളുടെ ഒരു പ്രൊജക്റ്റ് ഫ്രീ ആയിട്ടൊരു ഒരു ക്ലൗഡ് പ്രൊവൈഡറിൻ്റെ അകത്ത് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ വെർസൽ എന്ന് പറയുന്ന ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മളുടെ പ്രൊജക്റ്റുകളൊക്കെ ഡയറക്റ്റ് ഗിറ്റബിളിൽ നിന്ന് കണക്ട് ചെയ്ത് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഒരു 2, 3 റിക്വയർമെന്റ്സ് ഉണ്ട്. ഒന്ന്, നമുക്ക് വെർസലിൻ്റെ അകത്ത് ഒരു അക്കൗണ്ട് വേണം. നിങ്ങൾ വെർസലിൽ പോവുക, സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഗിറ്റ്ഹബ് ഇവിടെ കണക്ട് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തേത് വേണ്ടത് നിങ്ങളുടെ ഒരു പ്രൊജക്റ്റ്. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റിൻ്റെ ഒരു റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതിപ്പം ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും വർക്ക് ഫ്ലോ ഒക്കെ ഏകദേശം ഇതുപോലെ തന്നെയായിരിക്കും. നമ്മൾ എങ്ങനെയാണോ ഈ റിയാക്ട് ആപ്ലിക്കേഷനിൽ ബിൽഡ് ചെയ്യുന്നത് അതുപോലെ തന്നെയായിരിക്കും വെർസലിനകത്തോട്ട് ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ചെയ്യാമെന്ന്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ കോഡ്. ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ റിക്വയർമെൻ്റ് ആയിട്ട് ഈ വേർസൽ ഡോട്ട് ജേസൺ എന്ന് പറയുന്നൊരു ഫയൽ വേണം. ഇതിപ്പം റിയാക്ട് ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ്. റിയാക്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പം വെർസൽ കുറച്ച് റീഡയറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കും നമ്മൾ ഓരോ നാവിഗേഷൻ ബാറിലൊക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള അപ്പം വേറൊരു പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യാൻ നോക്കുന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി കൊടുക്കുന്ന ഒരു ഫയലാണ് ഈ വേർസൽ ഡോട്ട് ജേസൺ എന്ന് പറയുന്ന ഫയൽ. അപ്പോൾ റിയാക്ട് ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് വേണം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ ഈ പ്രൊജക്റ്റിനെ ഗിറ്റബിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പം എൻ്റെ ഈ പ്രൊജക്റ്റ് ഞാൻ എൻ്റെ ഗിറ്റബിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഡെമോ എന്ന് പറയുന്ന ഒരു പേരിൽ എൻ്റെ ഗിറ്റബിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം പിന്നെ നിങ്ങൾക്ക് കസ്റ്റം ഡൊമൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റം ഡൊമൈനും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. എൻ്റെ ഡൊമൈനാണ് ഈ കാണുന്ന ഒരു തോമസ് ജോസഫ് ഡോട്ട് ഓൺലൈൻ എന്നാണ് എൻ്റെ ഡൊമൈൻ്റെ പേര്. ഈ ഡൊമൈനാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഡൊമൈൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വെർസൽ തന്നെ ഒരു കസ്റ്റം ഡൊമൈൻ തരും. അത് നിങ്ങൾ അയച്ച് ഹോസ്റ്റ് ചെയ്തിട്ട് അത് നിങ്ങൾ അയച്ചു കൊടുത്താലും നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഇൻ്റർവ്യൂവിന് റെസ്യൂമിലൊക്കെ നമ്മളുടെ ഈ ഡൊമൈൻ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിലോട്ട് അവരെ റീഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഇപ്പം നിങ്ങൾ അക്കൗണ്ടൊക്കെ കണക്ട് ചെയ്ത് സൈനപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവിടെ ആഡ് ന്യൂ എന്ന് പറയുന്നൊരു ബട്ടൺ കാണും. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ഗിറ്റബ് റെപ്പോസിറ്ററി ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ആഡ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ആഡ് ഗിറ്റബ് അക്കൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആൾ റെപ്പോസിറ്ററീസിന് പെർമിഷൻ കൊടുക്കാം. ഞാനിവിടെ ഓൺലി സെലക്ട് റെപ്പോസിറ്ററീസിന് മാത്രമേ പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എൻ്റെ വൈറ്റ് ഡെമോ എന്ന് പറയുന്ന ഇത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ റെപ്പോസിറ്ററി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സെലക്ട് റെപ്പോസിറ്ററി എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റെപ്പോസിറ്ററി കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ റെപ്പോസിറ്ററീസും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം എൻ്റെ ഇവിടെ ഞാൻ വൈറ്റ് ഡെമോ എന്ന് പറയുന്നൊരു റെപ്പോസിറ്ററി സെർച്ച് ചെയ്തു. ഇതിനെ ആഡ് ചെയ്തിട്ട് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തെടുക്കുക. ഇമ്പോർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പ്രൊജക്റ്റ് നെയിമും കാര്യങ്ങളെല്ലാം വരും. എൻ്റെ മെയിൻ ബ്രാഞ്ചാണ് ഇവിടെ കോൺഫിഗർ ആയിരിക്കുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴൊക്കെ പുതിയൊരു അപ്ഡേറ്റ് നിങ്ങൾ മെയിൻ ബ്രാഞ്ചിലോട്ട് പുഷ് ചെയ്യുന്ന സമയത്തും ഈ ആപ്ലിക്കേഷൻ റീഡിപ്ലോയ് ആകും. അതായത് നിങ്ങൾ വരുത്തുന്ന ചേഞ്ചസ് എല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നോളും. നിങ്ങൾ പുഷ് ചെയ്യേണ്ടത് മെയിൻ ബ്രാഞ്ചിലോട്ടാണെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് ഏത് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്തേക്കുന്നതെന്ന് നോക്കാം, പറഞ്ഞു കൊടുക്കാം. അതിന് പകരം നിങ്ങളിവിടെ ഡയറക്റ്റ് പോയിട്ട് ഈ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം എൻ്റെ വൈറ്റ് ഡെമോ എന്നാണ് റെപ്പോസിറ്ററിയുടെ പേര്. ഓക്കെ, അപ്പം അതിനെയായിരിക്കും റൂട്ട് ഡയറക്ടറി ആയിട്ട് വെർസൽ ഓട്ടോമാറ്റിക്കലി എടുക്കുക. പക്ഷേ എൻ്റെ കോഡെല്ലാം കിടക്കുന്നത് പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിക്കകത്താണ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം വീറ്റ് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഒരു വെർസൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ ആപ്ലിക്കേഷൻ വീറ്റ് ആപ്ലിക്കേഷൻ ആണെന്നുള്ള കാര്യമെല്ലാം ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഇവിടെ ബിൽഡ് കമാൻഡും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ npm റൺ ബിൽഡ് നമ്മൾ ഒരിക്കലും ഈ കോഡ് ഫുള്ളായിട്ടല്ല ഇത് റിയാക്ട് ആപ്പിനെ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഡിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ആയിരിക്കും. അത് ബിൽഡ് ചെയ്തിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് ഫയൽസ് ആയിരിക്കും ഈ ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഡിസ്റ്റ് എന്ന് പറയുന്നൊരു ഫോൾഡർ വരിക. ആ ഡിസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡറാണ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ നെസസറി ആയിട്ടുള്ള പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കമാൻഡാണ് ഇത്. ഓക്കെ, പിന്നെ നമുക്കിപ്പം ബാക്കെൻഡും കൂടെ ഉണ്ട്. എൻവയോൺമെൻറ്റ് വേരിയബിൾ എല്ലാം ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എൻവയോൺമെൻറ്റ് വേരിയബിൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഡിപ്ലോയ് ചെയ്യാനാണ്. ഇനിയിപ്പം നമുക്ക് എൻവയോൺമെൻറ്റ് വേരിയബിൾ ഒന്നുമില്ല, അത് കാരണം നമ്മൾ ഡയറക്റ്റ് ഡിപ്ലോയ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ പ്രോസസ്സ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിയാക്ട് ആപ്ലിക്കേഷൻ ഹോസ്റ്റായി. അതിപ്പം ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും കാണും. പക്ഷേ ഇത് ആപ്ലിക്കേഷനെ സ്റ്റാർട്ട് ചെയ്യുന്ന കോഡും കാര്യങ്ങളെല്ലാം ഒറ്റൊരു റൂട്ട് ഫയലിൻ്റെ അകത്തായിരിക്കും. ഓക്കെ, അപ്പം ആ റൂട്ട് ഫോൾഡറിനെ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ട് റൺ ചെയ്യാനുള്ള കമാൻഡും കാര്യങ്ങളൊക്കെ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ യൂസ് കേസിനനുസരിച്ചാണ്. ഓക്കെ, അപ്പം നമ്മളുടെ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ആയിട്ടുണ്ട്.
ഓക്കെ. നിങ്ങളിപ്പം ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളത് മിക്കവാറും നിങ്ങളുടെ റൂട്ട് ഫോൾഡറൊക്കെ മാറിക്കിടക്കുകയോ അങ്ങനെ വല്ലതും ഉള്ളതൊക്കെ ആയിരിക്കും. അല്ലാതെ ഇതിൻ്റെ അകത്ത് കൂടുതൽ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം നമ്മൾ ഡാഷ്ബോർഡിലോട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്കിത് YT Demo 5 Vercel.app എന്ന് പറയുന്നൊരു ഡൊമെയിൻ നമുക്ക് വെർസൽ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഈ കാര്യം നമ്മൾക്ക് കൂട്ടുകാർ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്താലും അവർക്ക് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ thomasjoseph.online കസ്റ്റം ഡൊമെയിൻ ആഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ ഡൊമൈൻസിൽ ആഡ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് എക്സിസ്റ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് തോമസ് ജോസഫ് ഓൺലൈൻ എന്ന് പറയുന്ന ഡൊമെയിൻ ആഡ് ചെയ്യുക. നിങ്ങളുടെ ഏത് ഡൊമെയിനാണ് അത് ആഡ് ചെയ്യുക. പിന്നെ കണക്ട് ടു ആൻ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആണ്. ഓക്കെ, സേവ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലേൺ മോർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് ഞാനിപ്പം നേരത്തെ ഒരു കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ട്. അത് കാരണം എനിക്ക് ഇവിടെ 2 വാല്യൂസ് വരുന്നത്. എന്നോട് പറഞ്ഞേക്കുന്നത് ഇത് റീപ്ലേസ് ചെയ്തിട്ട് ഇത് ആഡ് ചെയ്യാനാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ മിക്കവാറും ഒറ്റ വാല്യൂസേ കാണുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് DNS റെക്കോർഡാണ്, റെക്കോർഡാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെർസലിൻ്റെ നെയിം സെർവേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മളുടെ ഡൊമൈൻ ഹോസ്റ്റിംഗ് നമ്മുടെ ഡൊമൈൻ പ്രൊവൈഡറിൻ്റെ അകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പം ഗോഡാഡി ആണെന്നുണ്ടെങ്കിലും ഹോസ്റ്റിംഗർ ആണെന്നുണ്ടെങ്കിലും ഏകദേശം സെയിം ആണ്. അപ്പോൾ നമുക്കിവിടെ DNS നെയിം സെർവേഴ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് നെയിം സെർവേഴ്സ് എന്നുള്ള കാര്യം കൊടുത്തിട്ട് നമുക്ക് നമ്മളുടെ ഈ നെയിം സെർവേഴ്സിന് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ പ്രൊജക്റ്റ് അവൈലബിൾ ആയിട്ട് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ DNS റെക്കോർഡ്സ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാനിവിടെ DNS റെക്കോർഡാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇത് കോപ്പി ചെയ്യാം. എൻ്റെ വെബ്സൈറ്റിന് എൻ്റെ ഡൊമൈൻ പ്രൊവൈഡറിനകത്ത് ഞാൻ ഓൾറെഡി ഈ ഒരു റെക്കോർഡ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്നോട് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറഞ്ഞിട്ട് പുതിയത് അപ്ഡേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പുതിയത് ആഡ് ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് ഇവിടെ ഒരെണ്ണമേ കാണുള്ളൂ. അതൊരു റെക്കോർഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു റെക്കോർഡ് ആഡ് ചെയ്യുന്നു. ആഡ് റെക്കോർഡ്. ഓക്കെ, ആ റെക്കോർഡ് ഓൾറെഡി ക്രിയേറ്റഡ് ആയി. ഓക്കെ, പിന്നെ എന്നോട് പറഞ്ഞേക്കുന്നത് ഇവിടെ www.thomasjoseph.online എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ വെബ്സൈറ്റിലൂടെ തന്നെ റീഡയറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റെക്കോർഡ് കളഞ്ഞിട്ട് ഈ റെക്കോർഡ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ ഹോസ്റ്റിംഗറിലായതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഹോസ്റ്റിംഗറിൽ ഓൾറെഡി തന്നെ ഇവിടെ അവരൊരു നെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗോഡാഡി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ ഇവർ പറഞ്ഞേക്കുന്ന ഈ രീതിയിൽ ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ www. ഈ ഒരു ടൈപ്പ് ഇട്ട് ഈ ഒരു ഈ നെയിം തൊട്ട് ഈ www എന്ന് പറയുന്ന നെയിം കൊടുത്ത് ഈ വാല്യൂം കൊടുക്കേണ്ടി വരും. അതിവിടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിവിടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും. നെയിം ഉണ്ട്. പിന്നെ ഇവിടെ www എന്ന് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. അത് ഹോസ്റ്റിംഗർ ആയതുകൊണ്ട് എൻ്റെ ഇവിടെ ഓൾറെഡി റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പം ഞാനതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഞാൻ ആ റെക്കോർഡും ആഡ് ചെയ്തു. നമുക്കിനി നമ്മുടെ വിളിച്ച് നോക്കാം. തോമസ് ജോസഫ് ഓൺലൈൻ എന്നുള്ള വെബ്സൈറ്റ് ഇപ്പോൾ പാർക്കിങ്ങിലാണ് കിടക്കുന്നത്. ഓക്കെ, അത് കുറച്ച് സമയം എടുക്കും നമ്മളുടെ ഇത് ആഡായി വരാൻ വേണ്ടിയിട്ട്. അത് വലിയ ഒരു കുറച്ച് മേ ബി മാക്സിമം 24 മണിക്കൂറൊക്കെയാണ് എടുക്കുന്നത്. നോർമലി കുറച്ച് സമയം കൊണ്ടൊക്കെ ആകാറുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഡൊമെയിൻ വിളിച്ചാലും കിട്ടും. ഇനി ഈ കസ്റ്റം ഡൊമെയിൻ വിളിച്ചാലും കിട്ടും. അപ്പം അത്രേ ഉള്ളൂ കസ്റ്റം ഡൊമെയിൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഈ DNS റെക്കോർഡിനെ കൊണ്ട് നിങ്ങളുടെ ഡൊമെയിൻ പ്രൊവൈഡറിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒരു റെക്കോർഡായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നെയിം സെർവേഴ്സ് ഇവിടെ ആഡ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇത് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും. ഓക്കെ, പാർക്ക് ഡൊമെയിൻ അത് നമുക്ക് ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് നോക്കി നോക്കാം പോസ്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഓൾറെഡി ആയിട്ടുണ്ടായിരിക്കും. ഇതിപ്പം ചേഞ്ചസ് എല്ലാം ഒന്ന് അപ്ഡേറ്റ് ആയി വരാതിരിക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. മാക്സിമം 24 മണിക്കൂർ അതിനുള്ളിൽ ഇത് സെറ്റപ്പ് ആയിട്ടുണ്ടായിരിക്കും. അപ്പം കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മളുടെ ഇപ്പം ഈ റെക്കോർഡ് ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് സമയം എടുക്കും ആ ചേഞ്ചസ് ഒന്ന് പ്രൊപ്പഗേറ്റ് ആയി വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇച്ചിരി ഡിലേ വന്നു. ഇപ്പോൾ എനിക്കൊരു 10-15 മിനിറ്റ് എടുത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 24 മണിക്കൂർ വരെ എടുക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അവിടുന്ന് നമ്മുടെ റെക്കോർഡ് എടുത്തുകൊണ്ട് വന്ന് ഈ IP-നെ നമ്മളുടെ ഈ ഡൊമൈൻ നെയിമിലോട്ട് പോയിന്റ് ചെയ്ത് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഈ thomasjoseph.online എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഈ ഒരു ഡൊമൈൻ നെയിം വെച്ചിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡൊമൈൻ നെയിമിനെ ഒരു DNS സർവീസ് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ കൊടുത്ത IP-ലോട്ടാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ,
അതിപ്പോൾ DNS എന്താണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പം നമ്മളതാണ് ഇപ്പം ബേസിക്കലി ചെയ്തത്. നമ്മൾ വെർസൽ തന്നൊരു IP അഡ്രസ്സിനെ നേരെ എടുത്തുകൊണ്ട് നമ്മളുടെ ഡൊമൈൻ നെയിം പ്രൊവൈഡറിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു ഈ ഡൊമൈൻ നെയിം സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്നെ ഈ IP-ലോട്ട് റീഡയറക്ട് ചെയ്യണമെന്ന്. ഓക്കെ. അപ്പോൾ അത്രയാണ് നമ്മൾ ചെയ്ത് കൊടുത്തത്. പിന്നെ നമ്മൾ നെയിം സെർവേഴ്സിൻ്റെ കാര്യം ഓൾറെഡി ആഡ് ചെയ്യാം എന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, റെക്കോർഡ്സ് ആഡ് ചെയ്തിട്ടും ചെയ്യാം. ഓക്കെ. അപ്പം നമ്മളിപ്പം എൻ്റെ www ഡോട്ട് വെച്ച് വിളിച്ചാലും ഇത് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഡൊമൈൻ നെയിം എൻ്റെ ഈ ഡൊമൈൻ പ്രൊവൈഡറിൻ്റെ അകത്ത് ഓൾറെഡി ഇവർ ഈ ഒരു നെയിം റെക്കോർഡ് ആഡ് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഗോഡാഡി ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ ഇവിടെ ഇത് തന്നിട്ടുണ്ട്. ഈ നെയിം ഈ വാല്യൂം കൂടെ അവിടെ നിങ്ങളുടെ ഡൊമൈൻ നെയിം പ്രൊവൈഡറിൻ്റെ അകത്ത് കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ ഹോസ്റ്റിംഗ്. ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ മെയിൻ ബ്രാഞ്ചാണ് നിങ്ങൾ ഡിഫോൾട്ട് ബ്രാഞ്ചായിട്ട് കൊടുത്തേക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ മെയിൻ ബ്രാഞ്ചാണ് ഡിഫോൾട്ട് ബ്രാഞ്ചായിട്ടുള്ളത്. എനിക്ക് 2 ബ്രാഞ്ചുണ്ട്. ഒക്കെ എൻ്റെ ഈ മെയിൻ ബ്രാഞ്ചിലോട്ട് ഒരു പുഷ് വരുന്നു, ആ പുഷിനെല്ലാം ആ ഇവൻറ്റിനെല്ലാം വെർസൽ കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അപ്ഡേറ്റ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഡിപ്ലോയ് ആയിക്കോളും. നിങ്ങൾക്ക് ഇനി ഇതിനെക്കുറിച്ച് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോംസിൽ ഹോസ്റ്റ് ചെയ്യുന്ന വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോസ്റ്റിംഗ് അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് ചോദിക്കുക. അപ്പം ഞാൻ അതിനെക്കുറിച്ചെല്ലാം വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.